ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വലിയ ആൾ കളിക്കുമ്പോഴത്തേക്കും എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് ബീരാനൊക്കെ പറയുവാണ്. ഞാനേ ഇന്ന് ഈ കല്യാണത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ആളായിരുന്നു എന്നും നീ കാരണം എനിക്കത് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ബീരാനൊക്കെ പറയുക. നിനക്കറിയാവോ, ദൂരെ ഒരു അന്യനെ പോലെ നോക്കി നിൽക്കേണ്ടി വന്നു എനിക്കെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അദ്ദേഹം സംസാരിക്കുവാണേ. ആ മക്കളെ ഒന്ന് ആശീർവദിക്കാൻ പോലും കഴിഞ്ഞില്ല എനിക്കെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സങ്കടം. എനിക്ക് അവരെ കണ്ടൊന്ന് സംസാരിക്കണമെന്നും ഒന്ന് ആശീർവദിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ പറഞ്ഞു നിൽക്കാം. ഞാൻ കൂടി ക്ഷണിച്ചിട്ട് വന്ന എൻ്റെ ബന്ധുക്കാരോടും നാട്ടുകാരോടും ഞാനൊന്ന് നേരെ ചെന്ന് മിണ്ടിയിട്ട് പോലും ഇല്ല എന്ന കാര്യവും പറയുന്നു. അവരെയൊക്കെ ഒന്ന് കാണണം, എനിക്ക് അവരോടൊക്കെ സംസാരിക്കണമെന്നും. ഇതൊന്നും ഇവളെ ബാധിക്കുന്ന കാര്യമേ അല്ലല്ലോ. നിൻ്റെ വീട്ടുകാരിവിടെ നിൽക്കുന്നിടത്തോളം അത് നടക്കത്തില്ല എന്നും നീ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക് എന്നും അദ്ദേഹം പറയുമ്പം എങ്ങനെ അവരെവിടെ നിന്ന് പറഞ്ഞയക്കാനാന്ന് ചോദിച്ചു. അപ്പം അതൊന്നും എനിക്കറിയത്തില്ല, നീയേ വലിയ സൂത്രക്കാരിയല്ലേ, എന്തെങ്കിലും സൂത്രമൊക്കെ നീ പ്രയോഗിക്ക്, ഇതിൽ കൂടുതലൊന്നും പിടിച്ചു നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്നും പറഞ്ഞു. തന്ത്രപൂർവ്വം സംസാരിച്ച് അവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കാനും പറഞ്ഞു. അല്ല അത് എന്നും പറഞ്ഞ് നിൽക്കുക. എല്ലാവരും ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് പോക്കൊന്നും നടക്കത്തില്ല, എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞു വിടാൻ നോക്കണമല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. വീരാനിക്ക നേരത്തെ കാര്യം കാണുന്നുണ്ടോ എന്ന് നോക്കി പാത്തും പതുങ്ങി ഇങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്കും നന്ദൻ എന്ന് പറയുന്ന അളിയൻ അങ്ങോട്ടേക്ക് അളിയൻ ഇത് എവിടെയാ? പിന്നെ ആ ജീവനെന്ന് പറയുന്നവനില്ലേ, അവനെ പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ആരോ അടിച്ചു എന്നവൻ പറയുന്നതെന്ന് പറഞ്ഞു. അവനെ തിരിച്ചടിക്കാതെ പോകലെന്നും പറഞ്ഞ് നടക്കുക അവർ, ജീവനും കൂട്ടരും. ഇനി എന്ത് ചെയ്യും അളിയാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഫംഗ്ഷൻ അലങ്കോലാകുമെന്നൊരു പേടിയുണ്ട് എനിക്കെന്ന് പറയും. ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ, എവിടെ ചെന്നാലും പ്രശ്നമാണല്ലോ, അവരുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്ന് അവർ പറയുന്നതെന്ന് ഈ നന്ദൻ എന്ന് പറയുന്ന ആൾ ബീരാനിക്കയോട് പറയുമ്പം അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് നടന്നു വരുന്നു. വരുന്നുണ്ടെന്നും പറഞ്ഞ് ബീരാനിക്ക കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ അടുത്തേക്ക് വരുക കേട്ടോ. എല്ലാം പറഞ്ഞു കാണുമല്ലോ, അവനെ ഞങ്ങൾ വെറുതെ വിട്ടില്ല, ചോദിക്കണം എന്നും പറഞ്ഞ് നിൽക്കുക. നിങ്ങളും കൂടെ വാന്ന് പറഞ്ഞ് വിളിക്കുമ്പം ഇവിടെ നല്ലൊരു ഫംഗ്ഷൻ നടക്കുക, അത് നിങ്ങൾ മറന്നോന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും ചോദിച്ചേ പറ്റൂ, അവനെ അടിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഇവർ. അപ്പോൾ എന്തിനാ അവൻ നിന്നെ അടിച്ചേ, എന്താ വിഷയം? അപ്പം ഞങ്ങളുടെ സംസാരം അവന് ഇഷ്ടപ്പെട്ടില്ല, അതാ അടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയാം. അവൻ അടിക്കാൻ മാത്രം ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വീരാനിക്ക് ഇങ്ങനെ അങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ധവനാന്നും പറഞ്ഞ് കാട്ടിക്കൊടുത്തു. നോക്കുമ്പോൾ ആരാ, നമ്മുടെ സച്ചി. വീരാനിക്കയുടെ കയ്യും കാലും വിറച്ചു. അമ്മേ പണിപാളിയെന്ന് വീരാനിക്ക് മനസ്സിലായി. വീരാനിക്ക് നേരെ ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ. എൻ്റെ ഈശ്വരന്മാർ, നിങ്ങൾ വാ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഇപ്പം തന്നെ അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ കിടന്ന് ഇങ്ങനെ വെപ്രാളം കൂട്ടുമ്പോഴത്തേക്കും നന്ദനും വീരാനിക്കയും കൂടെ അയാളെ തടഞ്ഞു നിർത്തുക. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കല്ലേ, നിങ്ങൾ ചുമ്മാ വിഷയം ഉണ്ടാക്കരുതെന്നും പറഞ്ഞ് അവൻ ഇപ്പോൾ തന്നെ അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, ഈ ഫംഗ്ഷൻ ഒന്ന് കഴിയട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കൂടെയുള്ള ആളോട് നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാം, നീ ധൈര്യമായിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് കൂടെയുള്ള ആൾ നേരത്തിന് ഇയാളെ അടിക്കാൻ നിന്ന് അയാളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ജീവ, നമുക്ക് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടാക്കാം, നീ ധൈര്യമായിട്ട് ഇരിക്കുക, ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ പ്ലീസ് ഇടാം എന്നൊക്കെ പറഞ്ഞ് നന്ദൻ. തല്ല് വാങ്ങിച്ചിട്ട് പോകാൻ എനിക്ക് മനസ്സില്ല, ഞങ്ങൾക്ക് മാത്രമല്ല പയ്യൻ്റെ വീട്ടുകാർക്ക് അത് അപമാനമാണ്, നിങ്ങൾ വന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ പോയിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഉന്തി തള്ളിതേ പോണു. ആ സമയത്ത് നമ്മുടെ അശോകേട്ടൻ, നിങ്ങൾ ഈ ഫംഗ്ഷൻ അലങ്കോലമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴേക്കും നിങ്ങളിതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു അയാൾ. ആ സമയം അവൻ നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്ക കാരണമുണ്ടെന്ന് അശോകേട്ടൻ പറയാം. അശോകേട്ടൻ എന്നിട്ട് നന്ദൻ്റെയൊക്കെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇവരെ മാളവനെക്കുറിച്ച് വേണ്ടാതിനം പറഞ്ഞു. രണ്ടുപേരും ഒളിച്ചോടി പോയി, ഓരോ ദിവസം താമസിച്ചില്ലേ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടാവും, പിന്നെ ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇവർ പറഞ്ഞെന്ന് പറയണം. അവൻ്റെ പെങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഇവന്മാർ പറഞ്ഞത്, അവൻ തല്ലിയിട്ടേ ഉള്ളൂ, കൊല്ലാതെ വിട്ടത് ഭാഗ്യമാണെന്ന് കരുതിയാൽ മതിയെന്ന് അശോകേട്ടൻ പറയാം. അവനെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല എന്നും പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ നോക്കുക കേട്ടോ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ സമയത്ത് നമ്മുടെ ബീരാനിക്ക ഇവന്മാരുടെ അടുത്തേക്ക് ഈ ജീവനെന്ന് പറയുന്ന എൻ്റെ അരികിലേക്ക് ചെന്നു. നീ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ നീ അങ്ങനെ പറഞ്ഞോ, നീ ഇങ്ങോട്ട് വന്നേ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് ബീരാനിക്ക് വിളിക്കാം. അപ്പോൾ എന്താ കാര്യം? വേടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീരാനൊക്കെ വിളിച്ചുകൊണ്ട് പോകും, ആരും ഇല്ലാത്തൊരിടത്തേക്ക്. അപ്പോൾ അവനെ നിനക്ക് എത്ര എണ്ണം തന്നെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. 2 എണ്ണം തന്നു. 2 എണ്ണം നീ പറഞ്ഞത് വെച്ചേ നിനക്ക് 3 എണ്ണം തരണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീരാനിക്കയും കൂടെ അയാക്കടെ ചെവിക്കല്ല് തീർത്തൊരെണ്ണം കൊടുത്തു. അപ്പം നന്ദനും അതുപോലെ തന്നെ നമ്മുടെ അശോകേട്ടൻ നോക്കി നിൽക്കുക. ഇപ്പോഴാണ് കറക്റ്റ് ആയത് കേട്ടോ. നീയൊക്കെ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല. അപ്പോൾ രണ്ടുപേരും പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ബീരാനിക്ക. എന്നിട്ട് വീട്ടിൽ പൊക്കോളാനും പറഞ്ഞു. അവൻ്റെ പുറകെ ഒന്നും നടക്കണ്ട കേട്ടോ, പോടാ എന്ന് പറഞ്ഞുകൊണ്ട് 2 അവന്മാരെയും കൂടെ നമ്മുടെ ബീരാനിക്ക പറഞ്ഞു വിട്ടു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ
ശ്രുതി അവിടെ നിന്ന് എൻ്റെ പൊന്നു ബ്രോ ഒന്നും പറയണ്ട, കല്യാണത്തെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആംബിയൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിക്കാം. എന്തൊരു ഭംഗിയാണെന്ന് അറിയാവോ, പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം അത് പറയേ വേണ്ടാന്ന്. ആ സമയത്ത് ശ്രുതിയെ തപ്പി ഇങ്ങനെ നടക്കും, അതിൽ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ കണ്ടു പായസമേ 4 തരം. ഓഫ്, അപ്പോൾ ബ്രോയും കൂടി ഒന്ന് വരണമായിരുന്നു, അയ്യോ കാണണമായിരുന്നു. എങ്ങനെ വിളിക്കാതെ എങ്ങനെ വരുന്നു എൻ്റെ പൊന്നു ബ്രോ, വിളിക്കാതെ നമ്മൾ എത്ര കല്യാണങ്ങൾക്ക് പോയി ഉണ്ടിരിക്കുന്നു, ബ്രോ ഇതൊക്കെ മറന്നു പോയോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് സംസാരിക്കുക. അപ്പം ശരി ബ്രോ, ശരി ഇതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് കാര്യമായിട്ടൊന്ന് കൂടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ശ്രുതിയെ കാണാനായിട്ട് വേറൊരാൾ വന്നു. അയാളുമായിട്ട് ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശ്രുതി ഇത് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ശ്രുതി അകത്ത് കയറി ചെന്ന് കഴിച്ചതെല്ലാം ദഹിച്ച് വീണ്ടും വിശക്കെ ഒന്നുകൂടി ഒന്ന് പോയി ഭക്ഷണം കഴിച്ചാലോ. സച്ചി അങ്ങനെ കണ്ടാൽ പിന്നെ അവൻ കളിയാക്കുകയും ചെയ്യും, അവൻ കാണാതെ പോയി കഴിക്കാം, അത് ഐഡിയ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. എന്നിട്ട് പതുക്കെ പോവുകയാണേ. അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചു. ശ്രുതി അങ്ങോട്ട് പോവുക, ഞാൻ അപ്പുറം വരെ. ശ്രുതിയോട് എന്താണെന്നാണ് പറഞ്ഞിരുന്നത്? ഭക്ഷണം കഴിച്ചോടെ ഷോറൂമിൽ പോകുന്നതിനോട് പറഞ്ഞതോ? അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞു ശ്രുതി. അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. നീ അങ്ങനെ പറഞ്ഞതായിട്ടൊന്നും എനിക്ക് യാതൊരു ഓർമ്മയില്ല. ശ്രുതി, കുറച്ചെങ്കിലും ഉത്തരവാദിത്വ ബോധം വേണം. കഷ്ടം തന്നെയാട്ടോ ശ്രുതിയുടെ കാര്യം. ഇതെന്താ ഇങ്ങനെ? അല്ല, ഫുഡ് കഴിച്ചിട്ടേ ഇവിടുന്ന് പോകുമെന്നുള്ളതല്ലേ നീ പറഞ്ഞത്? ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് പോകാമെന്ന് പറയുമ്പം അതിൻ്റെ ശ്രുതി ഫുഡ് കഴിച്ചല്ലോ. ഓ എൻ്റെ പൊന്നു ശ്രുതി, നീ വന്നേ എന്നും പറഞ്ഞിങ്ങനെ വിളിക്കും. ഒന്ന് പതുക്കെ പറ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഒന്നുകൂടി ഒന്ന് കഴിക്കണം, കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ശ്രുതി എന്തീ കാണിക്കുന്നേ? ഒന്ന് കഴിച്ചതല്ലേ, നാണോ മാനോ ഇല്ലേ? അതിന് ഭക്ഷണം കഴിക്കുന്നതിന് എന്താ കുഴപ്പം? അത് കുറച്ച് കുഴപ്പം തന്നെയാണ്. ശ്രുതി ചുമ്മാ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. ശ്രുതി പോകാൻ നോക്ക്. ശ്രുതി പോയേ പറ്റുള്ളൂ. പിന്നെ ഷോറൂമിൽ നിന്ന് വിളിച്ചായിരുന്നു, അവിടെ നല്ല തിരക്കാണ്, അതുകൊണ്ട് ശ്രുതി പോയേ പറ്റുള്ളൂ എന്ന് തറപ്പിച്ച് പറയുമ്പോൾ അതെ നീയും കൂടെ വരാൻ പറഞ്ഞു. എനിക്കിവിടെ ജോലിയുണ്ട്, പെണ്ണിറങ്ങുമ്പോൾ എനിക്ക് ടച്ചപ്പ് ചെയ്തൊക്കെ കൊടുക്കണം. ചെല്ല് ശ്രുതി, സമയം കളയല്ലേ, ചെല്ല്, ഞാൻ ഇറങ്ങുമ്പോൾ ശ്രുതിയെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ഞാനിപ്പോയി കഴിച്ചിട്ട് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ ശ്രുതി അവിടെ നിന്ന് തട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തും വർഷം വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണേ എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു. അപ്പം നിങ്ങൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചു അശോകനങ്ങൾ. ഇല്ലെങ്കിലേ ഞങ്ങളൊരു ടൂറ് പോകുന്നുണ്ട്, ഞങ്ങൾ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, നിങ്ങൾ പോയിട്ട് വാ. അപ്പം എന്നാൽ പിന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവരും യാത്ര പറഞ്ഞ് അങ്ങ് ഇറങ്ങുന്നു. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് പോവുകയാണ്. ഈ സമയത്ത് അശോകേട്ടനും ഇവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചാൽ അവരെന്തിനാ ഇപ്പം തന്നെ പോയത്? ഇപ്പം തന്നെ പോകണ്ട, വല്ല കാര്യം ഉണ്ടായിരുന്നു അവർക്ക്? അപ്പോൾ കാര്യമുണ്ട്, അതെ അവരെ ഹണിമൂൺ കപ്പിൾസാ, നമ്മളെപ്പോലെയൊന്നും അല്ല, മനസ്സിലായോ എന്ന് ചോദിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോയി. പിണങ്ങി പോവാമെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ നിൽക്കുന്നു. പിന്നെ ഭവാനി എന്നൊക്കെ വിളിച്ച് ഓരോരുത്തരോട് എന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്ര അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ വീട്ടുകാർ പോകുന്നതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ഓരോന്നും അങ്ങനെ ചെയ്യാം. അപ്പോൾ ഓരോരുത്തരായിട്ട് അവിടുന്ന് പോകുന്നതൊക്കെ കണ്ട് സമാധാനമായി സായുജ്യം അടഞ്ഞ് നിൽക്കുക നമ്മുടെ ശ്രുതിമോള്. അവർ പോയി ഇവർ പോയി എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ശ്രുതി നേരെ ആൻറ്റിയുടെ അടുത്തേക്ക് വന്നു. ആൻറ്റി വീട്ടിലേക്ക് പോകുന്നില്ലേ, അവിടെ അവരുടെ കൂടെ സഹായത്തിന് ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും രവിയേട്ടൻ ഇങ്ങനെ നോക്കുവാണേ. അല്ല, അങ്കിളും ആൻറ്റിയും അവരുടെ വീട്ടിലേക്ക് ചെല്ല്, അതല്ലേ നല്ലത്. അപ്പോൾ ഇവരിങ്ങനെ നോക്കുവാണേ. അപ്പോൾ അതേ ശ്രുതി ഇങ്ങനെ അല്ല, മാളു ഇറങ്ങുമ്പോഴേ എനിക്കൊന്ന് ടച്ചപ്പൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പോയേനെ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ രവിയേട്ടൻ ഇങ്ങനെ ആലോചിക്കാം, പിന്നെ അശോകനങ്ങളും അവിടെ ഇല്ലല്ലോ, അവിടേക്ക് പോവാനും പറ്റത്തില്ലല്ലോ അവിടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അങ്കിള് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ എന്നൊക്കെ ചോദിച്ച് ആ രീതിയിലൊക്കെ ശ്രുതി ഇവരെ സോപ്പിട്ട് സംസാരിക്കാം. അപ്പോൾ അങ്കിളിൻ്റെ കൂടെ ആൻറ്റിയും അതല്ലേ നല്ലത്, അതൊക്കെ വേണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പം വേണം ചന്ദ്രേ. ശ്രുതിമോള് പറഞ്ഞു 100% ശരിയാ. ചെറുപ്പമാണെങ്കിലും ശ്രുതിമോൾക്ക് കാര്യഗൗരവം ഉണ്ട്, നമുക്കത് ഇല്ലാതെ പോയല്ലോടോ. പിന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര നിൽക്കുവാണ്. ശ്രുതി തിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതെ, നമ്മൾ അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കാം, ഭവാനിയെ സഹായിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് വേറെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് അശോകൻ്റെ വീട്ടിലോട്ട് പോകാം. മോളെ ഞങ്ങളെന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവരെ ഓടിച്ചു. അങ്ങനെ അവരും പോയി. ഇനി ഉള്ളത് സച്ചിയും രേവതിയോ, അവരെ എങ്ങനെയെങ്കിലും ഓടിക്കണമെന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അടി കിട്ടിയ ജീവൻ ചെവിയും പൊത്തിപ്പിടിച്ച് ചെവിയും കാതൊക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്താടാന്ന് ചോദിപ്പോൾ ഭയങ്കര വേദന. അടിക്ക് എന്നാ വേദനയാടാന്ന് ചോദിപ്പോൾ എങ്ങനെ വേദന ഇല്ലാണ്ടിരിക്കും, ഇറച്ചി വെട്ടുന്ന കൈകൊണ്ടല്ലേടാ കിട്ടിയത്, പല്ല് താഴെ പോകാതിരുന്ന് ഭാഗ്യമൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അവരെങ്ങനെ എന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ സച്ചിയും രേവതിയും തപ്പിക്കൊണ്ട് നടക്കുവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ശ്രുതി ഇവരെ കണ്ടപ്പം ഐഡിയ കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. ആ സമയത്ത് രേവതി അപ്പുറം നിന്ന് ഇങ്ങനെ സംസാരിക്കും കേട്ടോ.
എൻ്റെ മോൻ്റെ കല്യാണത്തിന് നീ തന്നെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് രേവതിയെ വിളിച്ച് നിർത്തി ഒരു ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി രേവതി ഇങ്ങ് വന്നേ, ചേച്ചി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ശ്രുതി രേവതിയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്നാ ശ്രുതി എന്നെ കാര്യമെന്ന് ചോദിച്ചു. എന്താ കാര്യം പറ, നീങ്ങ് വാ, ഞാൻ പറയാ രേവതി, വാ വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ മാറി നിൽക്കുമ്പോൾ സച്ചി എവിടെയെന്ന് ചോദിച്ചു. അപ്പുറത്ത് എവിടെയുണ്ട്, എന്താ ചോദിച്ചേ? അതെ, ആ ഗുണ്ടകൾ സച്ചി അടിക്കും കേട്ടോ എന്ന് ശ്രുതി ഇങ്ങനെ പറയാം. അപ്പോൾ ഏത് ഗുണ്ടകൾ? നേരത്തെ സച്ചി ഒരുത്തനെ അടിച്ചില്ലായിരുന്നോ? അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടി ചേർന്ന്. അത് കേട്ടപ്പം എന്നാൽ പിന്നെ അവരുടെ കഷ്ടകാലം എന്ന് കൂട്ടിയാൽ മതി, അല്ലാതെ പിന്നെ എന്തു പറയാനാണെന്ന് രേവതിയെ. അവർക്ക് ഇന്ന് അവരുടെ വീട്ടിൽ പോലും പോകാൻ പറ്റില്ല, പോകുന്നത് ഹോസ്പിറ്റലിലേക്കായിരിക്കും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിൽക്കുക ശ്രുതി. സച്ചേട്ടൻ്റെ സ്വഭാവം അറിയാമല്ലോ, പാവങ്ങൾ, അവർക്ക് സച്ചേട്ടനെ അറിയാതെ പോയി, അതുകൊണ്ടാണ് അടിക്കാനും പിടിക്കാനും ഒക്കെ പോകുന്നതെന്നൊക്കെ പറയുമ്പം അവർ ഭക്ഷണം കഴിക്കുമ്പോഴേ സച്ചിയെ വെറുതെ വിടില്ല, ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അവൻ്റെ കയ്യും കാലും തല്ലി ഒടിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് വേറൊരുത്തം പറഞ്ഞു കയ്യും കാലും തല്ലി ഒടിച്ചാൽ മാത്രം പോരാ, തട്ടിക്കളയണമെന്നൊക്കെ. അപ്പോൾ അത് കേട്ടപ്പോൾ രേവതി ഇങ്ങനെ നോക്കി നിൽക്കും. ഞാൻ അവരെക്കുറിച്ച് ചെക്കൻ്റെ അച്ഛനോട് ചോദിച്ചു, നാട്ടിലുള്ള ഗുണ്ടകളാ, അപ്പോൾ എന്തും ചെയ്യാൻ പഠിക്കാത്തവരാണെന്ന് അദ്ദേഹം പറഞ്ഞതെന്നും ശ്രുതി പറയുകയാണ്. പ്രശ്നമാവും, സച്ചി അവരെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടി അദ്ദേഹത്തിനും ഉണ്ട് എന്ന കാര്യമൊക്കെ ഇങ്ങനെ ശ്രുതി തട്ടി വിടുവാണ്. നീ പെട്ടെന്ന് തന്നെ സച്ചിയും കൂട്ടി വീട്ടിലോട്ട് എല്ലാം പറഞ്ഞു. എന്ത്, അവരെ പേടിച്ചിട്ട് പോവാനോ? അതെന്തായാലും കൊള്ളാം എന്നും പറഞ്ഞു നമ്മുടെ രേവതി. അവരെ അവരുടെ വീട്ടിലേക്ക് വിടുന്നതായിരിക്കും നല്ലത്. സച്ചേട്ടൻ്റെ ദേഹത്തെങ്ങാനും തൊട്ടാ അവരുടെ കഥ കഴിക്കാൻ സച്ചേട്ടനെന്നും രേവതി പറയാം. പിന്നെ ദേ സച്ചേട്ടൻ എവിടെയും പോകാൻ പോണില്ല, ഇവിടെ തന്നെ കാണുമെന്നൊക്കെ പറയുമ്പം യേശുന്നില്ലല്ലോ, ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയാലോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കാം. കഴിഞ്ഞാലോ, ഇനി വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ അടിയിൽ നിന്ന് രേവതി പോകുമ്പം രേവതി പോവല്ലേ, നിൽക്കി ഞാൻ പറയട്ടെ എന്നും പറഞ്ഞു തന്നു. സച്ചയെ തല്ലിയവൻ തിരിച്ച് തല്ലുമെന്നുള്ളത് എനിക്കറിയാം, അപ്പോൾ ഒടുക്കം അവനെ ജയിക്കും, അതേം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെന്തിനാ സച്ചേട്ടനെയും കൂട്ടി പോന്ന് നീ പറയുന്നത്? എൻ്റെ പുനു രേവതി, നീ ഇത്ര മണ്ടിയായി പോയല്ലോ. ഇതൊരു കല്യാണം മണ്ഡപമല്ലേ, കല്യാണം കഴിഞ്ഞ് ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, അതിനിടയിൽ ഇവിടെ ഇങ്ങനെ അടി ഇങ്ങനെ നടന്ന ഈ ഫംഗ്ഷൻ അലങ്കോലമായി പോകില്ലേ എന്ന കാര്യം ശ്രുതി ചോദിക്കുവാണ്. ഫംഗ്ഷൻ അലങ്കോലമാക്കിയ അതിൻ്റെ കുറ്റം സച്ചിയുടെ തലയിലാവത്തില്ലേ? എല്ലാവരും കൂടി ചേർന്ന് സച്ചിയെ കുറ്റപ്പെടുത്തത്തില്ലേ? അവരെ മുന്നും പിന്നും നോക്കാത്ത ഗുണ്ടകളാണെന്ന് നിനക്ക് അറിയില്ലേന്ന് ചോദിച്ചു. സച്ചി അങ്ങനെയൊന്നും അല്ലല്ലോ രേവതി, അവൻ ഒഴിഞ്ഞു മാറണമെന്ന് എല്ലാവരും പറയുമായിരുന്നില്ലേ എന്നും ചോദിക്കണം. അപ്പം അത് നീ പറഞ്ഞത് ശരിയാണെന്ന് രേവതി, ഞാനത് നേരത്തെ സച്ചേട്ടനോട് പറയുകയും ചെയ്തതാ ശ്രുതി. എന്നിട്ടാണോ അവരടിച്ച സച്ചേട്ടൻ തിരിച്ചടിക്കുമെന്നൊക്കെ നീ ഇപ്പോൾ പറഞ്ഞേ? അല്ല, ചുമ്മാ മുട്ടാൻ വന്നാൽ വെറുതെ വിടാൻ പറ്റുമോ? അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പം രേവതി, ഇത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണമാണ്. അങ്കിളും അശോകൻ അങ്കിളും തമ്മിലുള്ള ബന്ധം രേവതിക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ? ഈ ഫംഗ്ഷൻ എങ്ങാനും അലങ്കോലം ആയാലേ അത് നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ രേവതി? ആ ഗുണ്ടകൾക്ക് ഒന്നുമില്ല നഷ്ടപ്പെട്ടു പോകാനായിട്ട്. പിന്നെ കുറ്റം മുഴുവനും സച്ചിയുടെ തലയിലാവുകയും ചെയ്യുമെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് വിഷമം. അങ്കിളിന് അതാകെ വിഷമാകും. അങ്കിളും അശോകൻ അങ്കിളും തമ്മിലുള്ള ബന്ധത്തെ പോലും ഇത് ബാധിച്ചേക്കാമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി തട്ടി വിടുവാണ്. അശോകനാങ്കളും ഭവാനി ആൻറ്റിയും മാളും ഒക്കെ ഈ കാണുന്നവരോടൊക്കെ പറയുന്നത് ഈ കല്യാണം നടക്കാൻ കാരണം സച്ചിയും രേവതിയും ആണെന്നാ. കല്യാണം നടക്കാൻ കാരണക്കാരനായ സച്ചി തന്നെ അത് അലങ്കോലമാക്കാൻ കാരണക്കാരനാവണോ എന്നതൊക്കെ ശ്രുതി തട്ടി വിടുവാണ്. ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് അത് അങ്ങനെയാണെന്ന് തോന്നി. അങ്ങനെ രേവതിയുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാക്കി പറഞ്ഞു വിടുവാണ് ശ്രുതി. ഈ സമയത്ത് സച്ചി അവിടെ നിന്ന് ആരോടൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചിട്ട് അവരങ്ങ് പോയി. അപ്പോഴേക്കും സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. സച്ചി ഫോണിൽ സംസാരിക്കുമ്പോൾ രേവതി അങ്ങോട്ടേക്ക് വരും. സച്ചേട്ടാ ഞാൻ വിളിക്കാട്ടോടാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ സച്ചേട്ടാ ഇവിടെ നിൽക്കുമായിരുന്നു സച്ചേട്ടൻ. എന്താ രേവതി, എന്താ കാര്യം? അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. എന്താണെന്ന് വെച്ചാൽ പറ രേവതി, എന്താ കാര്യം? അതെ, അവർ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. ആര് പ്രശ്നം ഉണ്ടാക്കുമെന്ന്? നേരത്തെ നിങ്ങളെ തല്ലിയില്ലേ അവനും അവൻ്റെ ഫ്രണ്ട്സും? അതെ, അവർ വലിയ ഗുണ്ടാ സംഘമാണെന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ചിരി വന്നു. ഫു എന്ന് പറഞ്ഞ് നിൽക്കുക. അവർ നിങ്ങളെ തിരിച്ച് തല്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി ഒരൊറ്റ ചിരി. സച്ചി ചേട്ടാ, നിന്നോട് ഈ പൊട്ടത്തരൊക്കെ ആരാ രേവതി പറഞ്ഞതെന്ന് ചോദിച്ചു. പൊട്ടത്തരല്ല സച്ചേട്ടാ, സത്യം എന്ന് പറഞ്ഞ് രേവതി ശ്രുതി പറഞ്ഞ് കാര്യങ്ങൾ മുഴുവൻ പറയാം. അത് കേട്ടപ്പം പേടിച്ചോടാനേ വേറെ ആളെ നോക്കണമെന്ന് പറഞ്ഞു സച്ചേട്ടൻ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് സച്ചേട്ടൻ കാര്യം മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്നത് ഒന്ന് അനുസരിക്കുക, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ സച്ചേട്ടാ, വാ സച്ചേട്ടാന്ന് പറഞ്ഞ് രേവതി വിളിക്കുക. വിടോ, എന്തൊരു കഷ്ട രേവതി, നിനക്ക് എന്നാ നിനക്ക്? അപ്പോഴത്തേക്ക് ശ്രുതി വന്ന് പാത്തും പതുങ്ങിയും കേൾക്കുമോ ഇത്?
നമ്മുടെ അച്ഛനും അശോകനങ്ങളിലും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ സച്ചിയോട് പറയുക കേട്ടോ. ദേ നോക്കുക, അവരെ പേടിച്ചിട്ട് ഇവിടുന്ന് പോകുന്നു എന്നൊരു തോന്നലൊന്നും സച്ചേട്ടന് വേണ്ട. മാളുവിൻ്റെ കല്യാണം അലങ്കോലം ആകരുതെന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് പോകാം സച്ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോഴത്തേക്ക് സച്ചി പകുതി മനസ്സ് മൂളി. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിമോൾക്ക് ഭയങ്കര സന്തോഷവും ആശ്വാസമായിട്ട് നിൽക്കുക. അപ്പോൾ പോണോ രേവതി, ഇവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞില്ലല്ലോ, പോകണം, വാ ഇങ്ങോട്ട്, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ സച്ചിയും കൂട്ടി അവിടെ നിന്ന് അങ്ങ് പോണു. ഈ സമയത്ത് ശ്രുതി ആശ്വാസം കണ്ടെത്തി ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.